ഹായ് ഗായ്സ്, വെൽക്കം ടു സുമാക്കി ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പഴം മൈക്രോവേവിൽ പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്, സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. സാധാരണ നമ്മൾ പഴം പുഴുങ്ങുന്നത് അപ്പച്ചമ്പിൽ, അതായത് എന്താ പറയുക, ഇഡ്ഡലി പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീമറിൽ അല്ലെങ്കിൽ പുട്ടുംകുറ്റിയിലൊക്കെ നമുക്ക് എന്താ പറയുക പഴം പുഴുങ്ങിയെടുക്കാം. ഇതിപ്പോൾ മൈക്രോവേവ് ഒക്കെ ഉള്ള ആളുകൾ, അതായത് വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് പഴമൊക്കെ പുഴുങ്ങിയെടുക്കാൻ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് പുഴുങ്ങി കിട്ടും. അതാണ് എൻ്റെ വേറൊരു കാര്യം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക. എന്നിട്ട് അതിലേക്ക് പഴം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. നേന്ത്രപ്പഴം കേട്ടോ, നേന്ത്രപ്പഴം പുഴുങ്ങുന്നതാണ് കാര്യം കേട്ടോ ഞാൻ പറയണത്, അല്ലാണ്ട് ചെറുപഴം പുഴുങ്ങില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടാം. എന്നിട്ട് നമ്മളതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ, ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ പാത്രം അടച്ച്, അത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള, അതിൻ്റെ ലിഡും അതുപോലെ സേഫ് ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ. അപ്പോൾ പാത്രം അടച്ചിട്ട് നമ്മൾ ഓവനിൽ ഒരു 10 മിനിറ്റ്, ഞാൻ 10 മിനിറ്റാണ് വെച്ചത്, 10 മിനിറ്റ് എന്താ പറയുക കൊടുത്ത് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ പഴം പുഴുങ്ങി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ 10 മിനിറ്റിനുള്ളിൽ അതായിട്ടില്ല, നമ്മൾ പഴമൊന്നും പുഴുങ്ങിയിട്ടില്ല, അതായത് അത് കുറച്ചുകൂടി വേവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ എക്സ്ട്രാ, അല്ലെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റ് കൂടുതൽ എക്സ്ട്രാ വെച്ച് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 10 മിനിറ്റിനുള്ളിൽ പഴം നന്നായിട്ട് പുഴുങ്ങി, അതായത് ഒരുവിധം പഴുത്ത പഴമായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഭയങ്കര പഴുത്തല്ല, എന്നാൽ നല്ലൊരു എന്താ പറയുക പഴുത്തിട്ടുള്ളൊരു പഴമായിരുന്നു. അപ്പോൾ അത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ പഴം പുഴുങ്ങി കിട്ടി. ഇനി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഈ പഴം പുഴുങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭവമാണ് ഉപ്പുമാവ്. ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക ഉപ്പുമാവിനോട് വലിയ താല്പര്യം കാണാറില്ല സാധാരണ രീതിയിൽ. പക്ഷേ ഞാൻ എപ്പോഴും ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നെയ്യിലാണ് തയ്യാറാക്കുക. നെയ്യിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ പോലെ ഉപ്പുമാവിനോടൊന്നും അത്ര താല്പര്യം എനിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഈ ഉപ്പുമാവിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിലാണെങ്കിൽ ഭയങ്കര മടിയാണ് കഴിക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കിയപ്പോൾ ഞാൻ നെയ്യിലാണ്, അത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്, വിക്രം തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നെയ്യിൽ തയ്യാറാക്കിയ ആൾക്കും വലിയ താല്പര്യമൊന്നുമില്ല ഉപ്പുമാവ്, പക്ഷേ നെയ്യിൽ തയ്യാറാക്കിയിട്ടുള്ള ഉപ്പുമാവ് ആൾക്കും താല്പര്യമാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും, അനുവിനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെയും അജുവാണ് പിന്നെയും കുറവ് കഴിക്കുക, അവനങ്ങനെ അത്ര താല്പര്യമില്ല. പക്ഷേ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ. പക്ഷെ നെയ്യിലാണ് കൂടുതൽ തയ്യാറാക്കുക, കാരണം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്താ പറയുക വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടൊക്കെ തയ്യാറാക്കാം. അപ്പോൾ കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ പഴം പുഴുങ്ങിയത് കണ്ടോ, നന്നായിട്ട് പഴം പുഴുങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട് കണ്ടോ, സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഞാനിന്ന് ശരിക്കും ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പഴം പുഴുങ്ങണേ എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് തയ്യാറാക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് ഞാൻ എന്തായാലും പഴം പുഴുങ്ങിയത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് മൈക്രോവേവിൽ ചെയ്ത് എടുത്തതാണ്. അപ്പം ഉപ്പുമാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ ഓൾറെഡി ഈ റെസിപ്പി, അതായത് ഉപ്പുമാവിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മസാല ഉപ്പുമാവും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐക്കണിലോ എവിടെയും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മുന്നേ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നെയ്യിൽ ആണ് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്നതെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതാണ് എൻ്റെ ഒരു കാര്യം. ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നെയ്യിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. നെയ്യ് ഇപ്പം അതല്ല, നിങ്ങൾക്ക് നെയ്യ് ഒരുപാട് മാവോ എന്നുള്ള ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും രണ്ടും കൂടിയും ഹാഫ് എടുത്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് നമ്മൾ റവ ഫസ്റ്റ് വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ റോസ്റ്റഡ് റവയാണ് ഓൾറെഡി, എന്നാലും ഞാൻ ഒന്നും കൂടി എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കും.
പിന്നെ നമ്മളിതിലേക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിതിൽ നെയ്യ് ഒഴിക്കും. നെയ്യാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നെയ്യാണ് കൂടുതലും യൂസ് ചെയ്യുക ഉപ്പുമാവിന് അത് നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കുറച്ച് അധികം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കടുക്, പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അറിയാം, ഞാൻ എന്നാലും ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കടുക് താളിക്കുക, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചേർക്കാം. ബീൻസോ ക്യാരറ്റോ ഗ്രീൻ പീസോ അങ്ങനെ എക്സ്ട്രാ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർക്കാം. തക്കാളി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മസാല ഉപ്പുമാവിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തക്കാളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ അങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട്, മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള, മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് പിന്നെ കളറിന് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു ലാശം മഞ്ഞൾപ്പൊടി ചേർത്താൽ കുറച്ച് കളർ കിട്ടും. അപ്പോൾ ഞാൻ പൊതുവിലും ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾ ചേർക്കും, അങ്ങനെ ഒരു കളർ കിട്ടാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കളറിൻ്റെ ഒരു ഇതിൽ അവർക്ക് ഇഷ്ടം. പിന്നെ നെയ്യിലാണ് തയ്യാറാക്കണം, അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 1 കപ്പ് റവയ്ക്ക് വെള്ളം ഞാൻ എടുക്കുന്നത് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ആ റവയൊക്കെ ഒന്ന് അതിൽ മിക്സായി വരും, പിന്നെ കുക്കായി വരും. അപ്പോൾ ശരിക്കും 2.5 കപ്പ് വെള്ളം എന്തായാലും നമുക്ക് എടുക്കണം. കാരണം കുറവ് ആണെങ്കിൽ അതിൽ സോക്കായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റവ പെട്ടെന്ന് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ റവ പെട്ടെന്ന് വെള്ളം വറ്റി വരും ചെയ്യും. അപ്പോൾ നമ്മൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ ആ റവ ഇട്ട് നന്നായി മിക്സാക്കി നമുക്ക് പാത്രം അടച്ച് അത് കുക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാവും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ശരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത്, കാരണം എനിക്ക് കളറ് കുറച്ച് വേണമായിരുന്നു. അപ്പോൾ ഇതിൽ ലാശ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഞാൻ കുറച്ചുകൂടി ചേർക്കാറുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് ചേർത്ത് അപ്പോൾ റവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാത്രം അടച്ച് കുറച്ച് നേരം അതൊന്ന് ആ ചെറിയ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്കാക്കി എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം കുക്കായി കിട്ടും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ നെയ്യൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉപ്പുമാവും പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പഴം പുഴുങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, 10 മിനിറ്റ് മതി നമുക്ക് മൈക്രോവേവിൽ. അപ്പം മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗൾസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ ലിഡും അതുപോലെ സേഫ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി അതല്ല 10 മിനിറ്റിന് നിങ്ങൾക്ക് പഴം പുഴുങ്ങിയത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം, അതൊരു 5 മിനിറ്റോ, അതായത് അത് നോക്കുക, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ്, അല്ലെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് അങ്ങനെ കൂട്ടി കൊടുത്തിട്ട് ഇതാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ നമ്മുടെ ഉപ്പുമാവ്, പഴം പുഴുങ്ങിയത്, പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.